ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൈകൂപ്പി നിന്നിരുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയത് എങ്ങനെയാണ്? അമേരിക്കയും ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഒരേ സ്വരത്തിൽ ഭാരതം എന്ന് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിന്റെ ഏത് കോണിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാലും ഒരു യുദ്ധമുണ്ടായാലും ലോക നേതാക്കൾ ആദ്യം ഡൽഹിയിലേക്ക് നോക്കുന്നത് എന്തുകൊണ്ടാണ്? ഭാരതത്തിന്റെ അനുവാദമില്ലാതെ, മോദി എന്ന ജനനായകന്റെ സമ്മതമില്ലാതെ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ ഒരില പോലും അനങ്ങില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതേ സുഹൃത്തുക്കളെ, ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് നരേന്ദ്രമോദിയുടെ പവർ, ഇതാണ് ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മോദി മാജിക്. ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത വിധം ഭാരതം ഇന്ന് ആഗോളതലത്തിൽ ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു. ശത്രുക്കൾ പോലും ഭയത്തോടെയും ആദരവോടെയും മാത്രം നോക്കുന്ന ഒരു മഹാശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. എങ്ങനെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്ന ചാണക്യനും ചേർന്ന് ഈ വിസ്മയം തീർത്തത്? കടൽ കടന്നും കരയിലൂടെയും ഇന്ത്യ നടത്തുന്ന ആ അശ്വമേധം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് ആദ്യമായി ആഗോള വ്യാപാരത്തിന്റെ ഹൃദയമിടിപ്പായ ഹോർമൂസ് കടലിടുക്കിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച യുദ്ധപ്രതീതിയുള്ള ആ കടൽ മേഖലയുടെ ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഭയന്ന് വിറയ്ക്കുമ്പോൾ അവിടെ ഇന്ത്യയുടെ 11ാമത്തെ കപ്പലും യാതൊരു ഭയവുമില്ലാതെ നെഞ്ചു വിരിച്ച് കടന്നുപോയിരിക്കുന്നു. അവിടെ യുദ്ധക്കൊതി പൂണ്ട കടൽ കൊള്ളക്കാരുണ്ടാകാം, അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉണ്ടാകാം, പക്ഷേ കപ്പലിന്റെ മുകളിൽ പാറിക്കളിക്കുന്നത് ഇന്ത്യയുടെ ത്രിവർണ പതാകയാണെങ്കിൽ, അതിന് കാവലായി നിൽക്കുന്നത് ഇന്ത്യൻ നേവിയാണെങ്കിൽ തൊടാൻ ലോകത്ത് ഒരു ശക്തിക്കും ധൈര്യമില്ല. അതാണ് മോദി സർക്കാരിന്റെ പവർ. ഒരു കാലത്ത് കടൽ സുരക്ഷയ്ക്കായി പരസഹായം തേടിയിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ മുഴുവൻ സുരക്ഷാ കവചമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രവും ഗൾഫ് മേഖലയും ഇന്ന് ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇനി എന്താണ് ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി എന്ന് നാം മനസ്സിലാക്കണം. ലോകത്തിലെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ 1/3 കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായ പാതയാണിത്. ഇതിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന്റെ കൈകളിലാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി കടുത്ത ശത്രുതയിലാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ കപ്പലുകൾ ഈ വഴി വന്നാൽ ഇറാൻ സൈന്യം അത് പിടിച്ചെടുക്കുകയോ ആക്രമിക്കുകയോ ചെയ്യും. ചൈന പോലും തങ്ങളുടെ കപ്പലുകൾ ഇവിടെ സുരക്ഷിതമാണോ എന്ന് ഭയപ്പെടുന്നു. ഈ വഴിയിലൂടെയുള്ള കപ്പൽ ഗതാഗതം പല രാജ്യങ്ങളും നിർത്തിവെക്കുകയോ വലിയ ഇൻഷുറൻസ് തുക നൽകി ഭയത്തോടെ യാത്ര ചെയ്യുകയോ ആണ്. എന്നാൽ ഇവിടെയാണ് മോദി എന്ന ഭരണാധികാരിയുടെ മാസ് എൻട്രി. ഈ വഴി കടന്നു പോകാൻ ലോകത്ത് ഒരേ ഒരു രാജ്യത്തിന് മാത്രമാണ് ഇറാൻ ഔദ്യോഗികമായി പച്ചക്കൊടി കാണിച്ചിട്ടുള്ളത്. അത് മറ്റാർക്കുമല്ല, നമ്മുടെ ഭാരതത്തിന് മാത്രമാണ്. അമേരിക്കൻ കപ്പലുകളെ ഇറാൻ ഡ്രോൺ അയച്ച് ആക്രമിക്കുമ്പോൾ, ബ്രിട്ടീഷ് കപ്പലുകളെ വഴി തിരിച്ചുവിടുമ്പോൾ, മുകളിൽ ത്രിവർണ പതാക പാറിച്ചുകൊണ്ട് ഇന്ത്യയുടെ 11ാമത്തെ കപ്പലും ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുമ്പോൾ ഇറാൻ സൈന്യം സല്യൂട്ട് അടിച്ചു നിൽക്കുകയാണ്. വിദേശ ശക്തികൾക്ക് മുന്നിൽ ഇറാൻ ചുവപ്പ് കൊടി കാണിച്ചപ്പോൾ മോദിയുടെ ഇന്ത്യക്ക് മുന്നിൽ മാത്രം അവർ പച്ചക്കൊടി കാണിച്ചു. ഇതാണ് മോദി തന്ത്രം. ഇറാനെ പോലെ കടുത്ത നിലപാടുകളുള്ള ഒരു രാജ്യത്തെ കൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായി ഇത്തരമൊരു തീരുമാനമെടുപ്പിക്കാൻ മോദി സർക്കാരിന് എങ്ങനെ സാധിച്ചു? ഇവിടെയാണ് മോദി അജിത് ഡോവൽ സഖ്യത്തിന്റെ ചാണക്യതന്ത്രം വിജയിക്കുന്നത്. ലോകം മുഴുവൻ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ തങ്ങളുടെ പരമ്പരാഗത സൗഹൃദം കൈവിട്ടില്ല. ഇറാന്റെ ചബഹാർ തുറമുഖം വികസിപ്പിക്കാൻ ഇന്ത്യ കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുകയും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും ഇന്ത്യ ഇറാന്റെ കാര്യത്തിൽ സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വളരെ രഹസ്യമായും സൂക്ഷ്മമായും മെനഞ്ഞ നയതന്ത്ര നീക്കങ്ങളുടെ ഫലമാണിത്. ശത്രുവിനെയും മിത്രത്തെയും ഒരേപോലെ കയ്യിലെടുക്കാൻ മോദിക്ക് സാധിക്കുന്നു. അമേരിക്കയുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമുണ്ട്. അതേസമയം തന്നെ അമേരിക്കയുടെ ശത്രുവായ ഇറാനുമായും ഇന്ത്യക്ക് മികച്ച സൗഹൃദമുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇന്ന് ആരുടെയും പക്ഷത്തല്ല, ഇന്ത്യ ഭാരതത്തിന്റെ പക്ഷത്താണ്. ഈ ഒരു നിലപാടാണ് ഇറാന്റെ പച്ചക്കൊടിക്ക് പിന്നിൽ. ഇത് വെറും ഒരു കടൽപാതയിലെ വിജയം മാത്രമല്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇന്ന് ഭാരതത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി ചെല്ലുമ്പോൾ ലോക നേതാക്കൾ പ്രോട്ടോകോൾ ലംഘിച്ച് വന്ന് കെട്ടിപ്പിടിക്കുന്നു, പാദ നമസ്കാരം ചെയ്യുന്നു. മോദി ഈസ് ദി ബോസ് എന്ന് പരസ്യമായി വിളിച്ചു പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ റഷ്യ
റഷ്യൻ പ്രസിഡന്റ് ആകട്ടെ അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാരാകട്ടെ ഇന്ത്യയോട് കളിച്ചാൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് അവർക്കറിയാം. ഗൾഫ് രാജ്യങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി ആദരിച്ചത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ്. ഭാരതത്തിന്റെ സാമ്പത്തിക ശക്തിയും സൈനിക കരുത്തും നയതന്ത്ര മികവും ഇന്ന് ലോകത്തെ ഭയപ്പെടുത്തുന്നതല്ല, മറിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നത്. ഇറാൻ വെറുതെ നമുക്ക് വഴിമാറി തന്നതല്ല, അതിനു പിന്നിൽ നരേന്ദ്രമോദി സർക്കാർ രൂപം നൽകിയ ഇന്ത്യൻ നാവികസേന നേരിട്ട് നടത്തുന്ന കനത്തൊരു സൈനിക സങ്കല്പമുണ്ട്. അതിന്റെ പേരാണ് ഓപ്പറേഷൻ സങ്കൽപ്. ഭാരതത്തിന്റെ കപ്പലുകൾക്ക് കാവലൊരുക്കാനും കടൽ കൊള്ളക്കാരെയും വിദേശ ഭീഷണികളെയും അടിച്ചമർത്താനും ഇന്ത്യൻ നേവി പ്രഖ്യാപിച്ച അചഞ്ചലമായ പ്രതിജ്ഞയാണത്. ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഇന്ത്യ തങ്ങളുടെ ഏറ്റവും മാരകമായ യുദ്ധക്കപ്പലുകളായ INS തൽവാർ, INS കൊൽക്കത്ത, INS ചെന്നൈ തുടങ്ങിയവയാണ് ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. വെറുതെ കപ്പലുകൾ നിർത്തുക മാത്രമല്ല, 24 മണിക്കൂറും ആകാശത്തു നിന്നും നിരീക്ഷണം നടത്താൻ തദ്ദേശീയമായ ഡ്രോണുകളും PA ടൈപ്പ് പെട്രോൾ വിമാനങ്ങളും കാവലുണ്ട്. ഏതെങ്കിലും ഒരു ശത്രുശക്തി ഇന്ത്യയുടെ കപ്പലിന് നേരെ വിരൽ ചൂണ്ടിയാൽ നിമിഷങ്ങൾക്കകം കടലിൽ ഇറങ്ങി നെഞ്ചി പിളർക്കാൻ കെൽപ്പുള്ള നമ്മുടെ എയർലൈറ്റ് കമാൻഡോകളായ മാർക്കോസ് കപ്പലുകളിൽ സദാ സന്നദ്ധരായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇറാൻ അനുമതി നൽകിയെന്ന് കരുതി ഇന്ത്യ കാര്യങ്ങൾ ഭാഗ്യത്തിന് വിട്ടുകൊടുത്തില്ല. അവിടെയാണ് മോദി സർക്കാരിന്റെ ഉത്തരവോടെ ഇന്ത്യൻ നാവികസേന ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മിഷൻ ആരംഭിക്കുന്നത്. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ, അതായത് ഇന്ത്യയിലേക്ക് വരേണ്ട ക്രൂഡ് ഓയിൽ, LPG, LNG എന്നിവ ഒട്ടും തടസ്സമില്ലാതെ നമ്മുടെ തുറമുഖങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. യുദ്ധം കാരണം ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന 20-ലധികം ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ഇന്ത്യൻ നേവി തങ്ങളുടെ 5-ലധികം മാരകമായ ഫ്രണ്ട് ലൈൻ യുദ്ധക്കപ്പലുകളാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇറാൻ കപ്പലുകളെ കടത്തിവിടുമ്പോൾ അവർ നിർദ്ദേശിച്ചിരുന്ന പ്രത്യേക റൂട്ടിലൂടെയാണ് നമ്മുടെ കപ്പലുകൾ നീങ്ങുന്നത്. കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിന്റെ ആ അപകട മേഖലയിൽ നിന്ന് പുറത്തു കടക്കുന്ന നിമിഷം കാത്തു നിൽക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ അവയ്ക്ക് ചുറ്റുമൊരു ലേയേർഡ് സെക്യൂരിറ്റി അഥവാ സുരക്ഷാ കവചം തീർക്കുന്നു. കടൽ കൊള്ളക്കാരുടെ ആക്രമണമോ ഇലക്ട്രോണിക് യുദ്ധമുറകളോ ഉണ്ടായാൽ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ കപ്പലുകളിലുള്ളത്. മറ്റൊരു സർക്കാരിന് ഇത് സാധിക്കുമോ എന്ന് ചിന്തിച്ചാൽ മുൻകാലങ്ങളിലെ പഴയ മര്യാദകളും ഭയപ്പാടുകളും വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമായിരുന്നു. വൻ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ലോകവേദിയിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തിപ്പിടിച്ച് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന്റെ ആ കട്ട പവറിന് തന്നെയാണ് സാധിക്കുക. പഴയ കാലത്തെ ഇന്ത്യയുടെ വിദേശ നയം എപ്പോഴും വൻ ശക്തികളെ പിണക്കാതിരിക്കാനുള്ള ഒരുതരം ബാലൻസിംഗ് ആക്ട് ആയിരുന്നു. അമേരിക്കയോ റഷ്യയോ ഒന്ന് പിണങ്ങിയാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകരുമോ എന്ന ഭയമായിരുന്നു അന്നത്തെ ഭരണാധികാരികൾക്ക്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇന്ത്യ മാറി നിന്ന് കൈകെട്ടി നോക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അമേരിക്കയുടെ കൺമുന്നിൽ വെച്ച് അവരുടെ ശത്രുവായ ഇറാനുമായി കരാറുകളിൽ ഒപ്പിടാനും ഇറാൻ വഴിമാറി തരുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റാനും കഴിഞ്ഞത് മോദി സർക്കാരിന്റെ കഠിനമായ നട്ടലുകൊണ്ടാണ്. വൻ ശക്തികളുടെ ഭീഷണിയെ പുച്ഛിച്ചു തള്ളി സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്ന ഈ ശൈലി പുതിയ ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. പഴയ സർക്കാരുകളുടെ കാലത്ത് ഒരു യുദ്ധക്കപ്പലോ മിസൈലോ വേണമെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ക്യൂ നിൽക്കണമായിരുന്നു. ടെൻഡറുകളും അഴിമതി കഥകളും കാരണം ദശകങ്ങളോളം പ്രതിരോധ വികസനം മരവിച്ചു കിടന്നു. സ്വന്തമായ ആയുധമില്ലാത്ത ഒരു രാജ്യത്തിന് എങ്ങനെയാണ് കടൽ കടന്ന് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിൽ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ പോലുള്ള മാരക ദൗത്യങ്ങൾ ചെയ്യാൻ കഴിയുക? മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കൊണ്ടുവന്ന മേക്ക് ഇൻ ഇന്ത്യ വിപ്ലവമാണ് കഥ മാറ്റിയത്. ഇന്ന് ഇന്ത്യൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ വിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച അത്യാധുനിക യുദ്ധക്കപ്പലുകളാണ്. നമ്മുടെ നാവികർക്ക് ലോകോത്തര നിലവാരമുള്ള ആയുധങ്ങളും ഡ്രോണുകളും നൽകി അവരെ സജ്ജമാക്കിയത് ഈ സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ്. ഈ ആത്മവിശ്വാസമാണ് കടലിലെ ഇന്ത്യയുടെ പവർ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.